അങ്ങനെ കുറച്ച് കാണേണ്ടവരല്ല ഇവിടുത്തെ ജനങ്ങൾ. LDFനെ നെഞ്ചേറ്റിയവരാണിവർ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുന്നപ്രയുടെ മണ്ണിൽ. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണാണിത്. ആ മണ്ണിന് അതിൻ്റേതായ ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതെങ്കിലും തരത്തിൽ വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ആ ചരിത്രം നാടിനു വേണ്ടി ജീവൻ കൊടുത്ത് പോരാടിയ രക്തസാക്ഷികളുടെ ചരിത്രമാണ്. അതിൽ ആവേശം ഉൾക്കൊണ്ട് ഇവിടെ വന്ന യുവാക്കളും അവരുടെ തലമുറകളുമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ കരുത്ത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇവിടുത്തെ ജനങ്ങൾ വലിയ തോതിലാണ് തള്ളി വന്നിട്ടുള്ളത്. ഒരു പ്രതിസന്ധിക്കും നാടിനെ കീഴ്പ്പെടുത്താനായിട്ടില്ല. പാവപ്പെട്ടവരാണ്. പക്ഷേ ആ പാവപ്പെട്ടവർ വലിയ ധനം കയ്യിലുള്ളവരാണ്. ആ ധനം ഈ കരുത്താണ്. നാടിനു വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാനുള്ള കരുത്ത് അത് എല്ലാ കാലത്തും പ്രകടിപ്പിച്ചവരാണ്. ഒരു കാലത്തും ഒരു വ്യതിയാനത്തിൻ്റെയും കൂടെ ആലപ്പുഴ ഉണ്ടായിട്ടില്ല എന്നത് നാം കാണണം. എല്ലാ ഘട്ടത്തിലും വ്യതിയാനത്തിനിരയായവർ അതിൻ്റെ വഴിക്ക് പോവുക എന്നല്ലാതെ നമ്മുടെ നാടും നാട്ടുകാരും ശരിയായ വഴിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ഒരു മാറ്റവും അതിന് പുതിയ കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അവസരവാദം എവിടം വരെ എത്തുന്നു അതാണ് നാം കാണേണ്ടത്. കോൺഗ്രസും ഈ പറഞ്ഞ അവസരവാദ നിലപാടുകാരനും എല്ലാം കൂടി ആലോചിച്ച് ഉറപ്പിച്ച് എന്താ നിലപാട്? BJPയുടെ വോട്ട് കൂടി വാങ്ങാൻ. LDFനെ പരാജയപ്പെടുത്താൻ കണ്ടെത്തിയ മാർഗം UDFന്റെ പൂർണ്ണ പിന്തുണ, പിന്നെ BJPയിൽ നിന്ന് നിശ്ചിത 1000 വോട്ട്, അതുകൂടി ചേർന്നാൽ LDFനെ പരാജയപ്പെടുത്താം. രാഷ്ട്രീയത്തിൽ 2 കൂട്ടം 2 = 4 എന്ന കണക്കല്ല വരിക. ഇവിടെ മനുഷ്യരാണ്, വിചാരമുള്ള മനുഷ്യരാണ്. അവർ ചിന്തിക്കും, എന്തിന് LDFനെ പരാജയപ്പെടുത്തണം, എന്തിന് ഇത്തരമൊരു അവസരവാദ നിലപാടിന്റെ മൂർത്തീകരണത്തെ ഞങ്ങൾ പേറണം. അത് സ്വാഭാവികമായി ജനങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയായ നിലപാടിലേക്ക് ജനങ്ങൾ എത്തും. മുൻപ് എത്തിയിട്ടുണ്ട്. ഇവിടെ BJPയുമായുള്ള സഖ്യം എവിടെയെല്ലാം പരസ്യമായിരുന്നോ ആ ഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ രൂപമാണ് എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ഗതികേട് എവിടെ എത്തിക്കുന്നു? അവർക്കും എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നേടണം, LDFനെ പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി BJPയുടെ കൂടി സഹായത്തോടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ സ്ഥാനാർത്ഥിക്ക് അതിൻ്റെതായ രൂപങ്ങൾ, ഭാവങ്ങൾ നൽകി LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അത് ഈ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ആലപ്പുഴയിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. അമ്പലപ്പുഴയിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. ഒരു തരത്തിലുള്ള പോറലും ഇവിടെ LDFന് ഏൽക്കില്ല എന്നതുറപ്പാണ്. അവസരവാദ നിലപാട് സ്വീകരിച്ചയാള് ചരിത്രത്തിന്റെ ചളിക്കുണ്ടിലേക്ക് വീണ് താഴുക എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ അമ്പലപ്പുഴയിൽ സഖാവ് സലാമിനെയും ആലപ്പുഴയിൽ സഖാവ് ചിത്തരഞ്ജനെയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്പലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു. സലാമിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത്. അവിടെ G. സുധാകരനെതിരെ അതിരൂക്ഷ വിമർശനം മുഖ്യമന്ത്രി ഈ പ്രസംഗത്തിൽ നടത്തുന്നുണ്ട്. അതായത് പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണാണ് ആലപ്പുഴയിലേത്. മണ്ണിന് വഞ്ചകരെ പ്രോത്സാഹിപ്പിക്കുന്ന ചരിത്രമില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു. ഒരു വ്യതിയാനത്തിനൊപ്പവും ആലപ്പുഴയില്ല. നാടും നാട്ടുകാരും ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അമ്പലപ്പുഴയിൽ പ്രസംഗിക്കുന്നു. അവസരവാദ നിലപാടുകാരനും കോൺഗ്രസും ചേർന്ന് BJPയുടെ വോട്ട് വാങ്ങാനാണ് പ്ലാൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.